വയനാട്ടിലെ സമ്മേളനത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അനൂപ് കൊണ്ട് നമ്മളോടൊപ്പം. അനൂപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. അനൂപ്, ജില്ലയിലെ പാർട്ടിയുടെ കരുത്തും കെട്ടുറപ്പും ഒക്കെ പ്രകടമാക്കുന്ന ഒരു ജില്ലാ സമ്മേളനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ, അങ്ങനെ സ്വയം നവീകരിക്കലിൻ്റെ ഒക്കെ ഒരു വലിയ പാത, ഒരു വലിയ മാതൃക CPM-ന്റെ സമ്മേളനങ്ങൾ എല്ലാ കാലത്തും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പകർന്നു നൽകാറുണ്ട്. വയനാട്ടിലെ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് സമാപന ദിവസം എങ്ങനെയാണ്? പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പുതിയ ജില്ലാ നേതൃത്വത്തെ ഇന്ന് തെരഞ്ഞെടുക്കും. അടുത്ത 3 വർഷം പാർട്ടി നയിക്കേണ്ട ജില്ലാ നേതൃത്വം വരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രത്യേകതകൾ. അതെ മനു, വയനാടിൻ്റെ പൊതുവിലുള്ള ആവശ്യങ്ങളും വയനാടിൻ്റെ പ്രശ്നങ്ങളുമെല്ലാം സജീവവും ക്രിയാത്മകവുമായി ചർച്ച ചെയ്ത ഒരു ദിവസമായിരുന്നു സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്നലെ. വലിയ ചർച്ചകൾ ഇത് സംബന്ധിച്ച് ചേർന്നു. പ്രതിനിധി സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ സമ്മേളനത്തിൻ്റെ ആരംഭ ദിവസം ഗ്രൂപ്പ് ചർച്ചകളും പിന്നീട് അതിന്മേലുള്ള പൊതു ചർച്ചയുമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമായും നടന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിന്മേൽ ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ മറുപടി പറഞ്ഞു. അതോടൊപ്പം മറ്റു വിഷയങ്ങളിൽ മേൽക്കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീമും PK ശ്രീമതി ടീച്ചറും വിവിധ വിഷയങ്ങളിൽ മറുപടി പറയുകയും ചെയ്തു. ആ വിധത്തിൽ പൊതു ചർച്ച മറുപടിയോടുകൂടി കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇനി പ്രധാനമായും സമ്മേളനത്തിൻ്റെ 3ാം ദിവസവും സമാപന ദിവസവുമായി ഇനി പ്രധാനമായും നടക്കാനുള്ളത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധിയും ജില്ലാ സെക്രട്ടറിയും എല്ലാം സമ്മേളനം തിരഞ്ഞെടുക്കും. ആ ഒരു സംഘടനാ നടപടിയാണ് ഇന്ന് സമ്മേളനത്തിൽ നടക്കാനുള്ളത് 3ാം ദിനം. ഇതിനുശേഷം സമ്മേളനത്തിൻ്റെ സമാപന നടപടികളിലേക്ക് സമ്മേളനം കടക്കും. നമുക്കറിയാം, ഈ കഴിഞ്ഞ 3 ദിവസം വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ വലിയൊരു അതിജീവന കാലമാണ് വയനാടിൻ്റെ. മുണ്ടക്കൈ, ചൂരൽമല ദുരന്തം പോലെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ വയനാട് നേരിടുന്ന വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ രാത്രികാല ഗതാഗത നിരോധനം, ചുരൻ ബദൽ പാത തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് സജീവമായ ചർച്ചകൾ ഉയർന്നു വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിവിധ പ്രമേയങ്ങളും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ടത് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സ്ഥിര പുനരധിവാസ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം വൈകുന്നതിനെതിരെ ഉള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ സമ്മേളനം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ വിധത്തിലുള്ള പ്രമേയങ്ങൾ, ചുരം ബദൽ പാത സംബന്ധിച്ചെല്ലാമുള്ള വിവിധ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുകയും എല്ലാം ഉണ്ടായി. ഏതായാലും ഇന്നിനി ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ റിപ്പോർട്ട് അംഗീകരിക്കൽ, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം തുടങ്ങിയ ഒരു സംഘടനാ നടപടിക്രമങ്ങൾക്ക് ശേഷം സമ്മേളനം അവസാനിക്കുകയും ചെയ്യും. വലിയ വിപുലമായ ഒരു സമാപന സമ്മേളനമാണ് ഏതായാലും വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വയനാട് ജില്ലാ കമ്മിറ്റി, CPM ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം 50 വർഷങ്ങൾ പിന്നിടുന്നൊരു സമയത്താണ് CPM-ന്റെ ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള മറ്റൊരു ജില്ലാ സമ്മേളനം വയനാട് ബത്തേരി നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും അതെല്ലാം പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം ഉള്ള ഒരു ആവേശം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരിക്കും ഏതായാലും ഇന്ന് ബത്തേരി നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് PA മുഹമ്മദിൻ്റെ പേരിലുള്ള എടത്തറ ഓഡിറ്റോറിയത്തിലാണ്, ബത്തേരി കോട്ടക്കുന്നിന് സമീപം. ഇതിന് തൊട്ട് സമീപത്തു നിന്നാണ് പ്രകടനം ആരംഭിക്കുക. 1,00,000 പേർ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു പ്രകടനമായാണ് CPM ഈ സമാപന പൊതുസമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ബത്തേരി നഗരസഭാ സ്റ്റേഡിയത്തിലേക്കാണ് പ്രകടനം നീങ്ങുക. അതോടൊപ്പം ചുവപ്പ് സേനാ മാർച്ചും എല്ലാം ഉണ്ടാവും. അവിടെയാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം അത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ വിവിധ ആളുകൾ ആ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ ഈ സമ്മേളനത്തിൽ നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, P സതീദേവി, എളമരം കരീം തുടങ്ങിയവർ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ബിജു, TP രാമകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സമിതി ജില്ലയിൽ നിന്നുള്ള അംഗങ്ങളായവർ ഉൾപ്പെടെ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും അവരെല്ലാം ഈ പൊതുസമ്മേളനത്തിലും ഉണ്ടാകും. ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ഉയർത്തിക്കാട്ടുന്ന വിധത്തിലുള്ളൊരു പ്രകടനമായാണ് സമാപനത്തിൻ്റെ പൊതുസമ്മേളനം ഏതായാലും സമാപിക്കുക. ആ വിധത്തിലാണ് ഈ സമാപന ദിവസത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രകടനവും 1,00,000 പേരുടെ പ്രകടനവും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. മനു. ശരി അനൂപ്. അനൂപാണ് വയനാട്ടിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. വയനാട് ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. വലിയ പ്രകടനവും മറ്റ് പൊതുയോഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ, പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും, ജില്ലാ സെക്രട്ടറിയൊക്കെ തിരഞ്ഞെടുക്കും. അടുത്ത 3 വർഷക്കാലം വയനാട്ടിലെ പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് അനൂപ് നമുക്ക് നൽകിയത്. അതൊക്കെ ആ സമ്മേളനത്തിൻ്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ.